ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. ഇന്ന് നമ്മൾ സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ PSC പുറത്തിറക്കിയ സിലബസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കാറ്റഗറി നമ്പർ വരുന്നത് 33/2024, അതുപോലെ 238/2024, 385/2024. അതിൽ പോസ്റ്റ് വരുന്നത് ഓവർസിയർ ഗ്രേഡ് 3 ഇൻ കേരള വാട്ടർ അതോറിറ്റി, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഇൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് വർക്ക് സൂപ്രണ്ടൻറ്റ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സിലബസ് ആണ് പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യം ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ 10 മാർക്കിനാണ് സിലബസിൽ പറയുന്നത്. അതിൽ ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് വരുന്നുണ്ട്, ഇക്വിപ്മെൻ്റ് ആൻഡ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, ലെറ്ററിങ്, ഡയമെൻഷനിങ് ആൻഡ് സ്കെയില്, ദെൻ പ്ലെയിൻ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷനും പ്രൊജക്ഷനും. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് നമ്മുടെ ഗ്രാഫിക്സിൽ, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലോട്ട് വരുന്നുണ്ട്. 10 മാർക്കാണ് അവിടെ നിന്ന് ചോദിക്കുന്നത്. ദെൻ അടുത്താണ് സർവേ. സർവേയിൽ എടുത്തു കഴിഞ്ഞാൽ കൺവെൻഷണൽ സർവേയിങ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ചെയിൻ സർവേ, കോമ്പസ് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, ഇവയുടെയൊക്കെ ഇൻട്രൊഡക്ഷനും ടേംസും പറയുന്നുണ്ട്. ലെവലിംഗ് പറയുന്നുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ലെവലിംഗ് പറയുന്നുണ്ട്, ടൈപ്സ് ഓഫ് ലെവലിംഗ്, പ്രൊഡക്ഷൻ ഓഫ് ലെവൽസ്, കോണ്ടൂറിങ്, തിയോറിറ്റിക് സർവേ, ദെൻ പിന്നെ മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് സർവേ ഇൻസ്ട്രുമെൻറ്റും ഈ ഒരു സർവേ എന്ന ടോപ്പിക്കിലുണ്ട്, സർവേ എന്ന സബ്ജക്റ്റിലുണ്ട്. 15 മാർക്കിനാണ് നമുക്ക് സർവേ എന്ന സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കുന്നത്. ദെൻ അടുത്തത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. ഓവർസിയർ ഗ്രേഡ് 3 ലെവൽ എക്സാമിനൊക്കെ കൂടുതൽ മാർക്കിൽ ചോദിക്കുന്നത് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ എസ്റ്റിമേഷൻ, അതിലൊക്കെയാണ്. ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് 20 മാർക്കിനാണ് നമുക്ക് സിലബസിൽ പറയുന്നത്. അതിൽ സ്റ്റോണ്, ബ്രിക്ക്, ടൈൽസ്, സിമൻറ്റ്, ലൈം ആൻഡ് ഫില്ലർ മെറ്റീരിയൽസ്, പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ് പറയുന്നുണ്ട്, റീൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ്, ടിമ്പർ, ഫൗണ്ടേഷൻ, മേസണറി, റൂഫിംഗ്, ഫ്ലോറിംഗ്, ബിൽഡിംഗ് ഫിനിഷസ് ആൻഡ് സർവീസസ്, ടെമ്പററി സ്ട്രക്ചറൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഈ ഇത്രയും ടോപ്പിക്കാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന സബ്ജക്റ്റിലുള്ളത്. 20 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇനി ഇതിലിപ്പോൾ ഡോർസ് ആൻഡ് വിൻഡോസും സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ലെങ്കിലും അതുകൂടെയൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അതിൽ നിന്ന് ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചിലപ്പോൾ സാധ്യതയുള്ളതാണ്. സോ ഡോർസ് ആൻഡ് വിൻഡോസ് സിലബസിൽ സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല, എന്നാലും നിങ്ങളത് നോക്കി വെച്ചിരിക്കണം. ദെൻ അടുത്തതാണ് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിൽ ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ്, ബിൽഡിംഗ് ബൈലോസ് പറയുന്നുണ്ട്, എസ്റ്റിമേഷൻ പറയുന്നുണ്ട്, ദെൻ റൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് വർക്ക്, ദെൻ റേറ്റ് അനലൈസിസ് ആൻഡ് വാല്യുവേഷൻ എന്നതും ആ ഒരു എസ്റ്റിമേഷൻ സബ്ജക്റ്റിൽ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൊന്നും നമുക്ക് 20 മാർക്കിനാണ് ചോദിക്കുന്നത്. 20 മാർക്കിനാണ് ചോദിക്കുന്നത്. ദെൻ അടുത്തതാണ് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. ഈ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറിഗേഷൻ്റെ ടേംസ് ചോദിക്കുന്നുണ്ട്. ദെൻ സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്, ദെൻ റിസർവോയർ, ഡാം, കനാല്, ക്രോസ് ഡ്രെയിനേജ് വർക്ക്, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, മെഷർമെൻറ്റ് ഓഫ് പ്രഷർ. അത്രയാണ്. ദെൻ ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി. ഇത്രയാണ് നമ്മുടെ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷനിലുള്ളത്. അതിൽ നമുക്ക് 15 മാർക്കിനാണ് ഈ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷനിൽ നിന്ന് ചോദിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്. യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൽ 6 മാർക്കിനാണ് ചോദിക്കുന്നത്. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, മെഷർമെൻറ്റ് ഓഫ് പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, പോളിഗൺസ് ആൻഡ് സർക്കിൾ, ദെൻ വോളിയം ഓഫ് സോളിഡ്സ്. അത്രയാണ് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൽ 6 മാർക്കിനാണ് പറയുന്നത്. ദെൻ അപ്ലൈഡ് മെക്കാനിക്സിൽ സിമ്പിൾ മെക്കാനിക്സ്, ലോഡ് ആൻഡ് എഫോർട്ട്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, വെലോസിറ്റി റേഷ്യോ, എഫിഷ്യൻസി, വർക്ക് പവർ ആൻഡ് എനർജി, സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഫ്രിക്ഷൻ, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്, സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഇത്രയും ടോപ്പിക്സ് ആണ് അപ്ലൈഡ് മെക്കാനിക്സിൽ പറയുന്നത്. അപ്ലൈഡ് മെക്കാനിക്സിലും 6 മാർക്കിനാണ് ചോദിക്കുന്നത്. 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇതിലിപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യത, എന്നാലും നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് നോക്കി വച്ചിരിക്കണം. ദെൻ അടുത്താണ് ഓട്ടോകേഡ്. ഓട്ടോകേഡിൽ ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോകേഡ്, ബേസിക് കമാൻഡ്, ഡ്രോയിങ് ടൂൾ ബാർ ആൻഡ് മോഡിഫൈയിങ് ടൂൾ ബാർ, പ്ലോട്ടിംഗ് ആൻഡ് പ്രിൻറ്റിങ്. ഈ ഓട്ടോകേഡിൽ നിന്നും 8 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓട്ടോകേഡും
ഇപ്പം കുറച്ച് നടന്നു വരുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഗേഡിൽ കുറച്ച് നമ്മൾ കേൾക്കാതെ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. സോ ഓട്ടോ ഗേഡിൽ 8 മാർക്ക് ആണെങ്കിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. എന്നാലും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് ഓട്ടോ ഗേഡും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ PSCയുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് എ പാർട്ട് ഫ്രം ദ ടോപ്പിക് detailed above questions from other topics prescribed for the educational qualification of the post may also appear in the question paper. There is no undertaking that all topics above may covered. നമ്മുടെ സിലബസിൽ PSC പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് തന്നെ പഠിക്കണം. ഗ്രേഡ് 3 എക്സാം കേരള വാട്ടർ അതോറിറ്റിയുടെതും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സിലബസ് ആണിത്. സോ അത്യാവശ്യം നല്ല വേക്കൻസി വരുന്നതാണ്. സോ അതുകൊണ്ട് IT സ്റ്റുഡൻസുകാർ മിക്കവരും ഇതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഗ്രേഡ് 3 വാട്ടർ അതോറിറ്റിയിൽ സാധാരണ ചോദിക്കുന്ന മെക്കാനിക്കലിലുള്ള ടോപ്പിക്കൊന്നും ഈ ഒരു സിലബസിൽ അവരിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ ഇത് കോമൺ, ഒരുപക്ഷെ ഈ ഒരു 3 കാറ്റഗറിക്കും കൂടെയുള്ള കോമൺ എക്സാം ആയത് കൊണ്ടായിരിക്കാം. എന്നാലും ജസ്റ്റ് നിങ്ങൾ സിലബസിൽ ലാസ്റ്റ് പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വേറെ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാമെന്ന്. സോ നിങ്ങൾ മെക്കാനിക്കലിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസിൽ നിന്ന് റഫായിട്ട് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ആദ്യം ഈ സിലബസ് കവർ ചെയ്യുന്നതിന് പഠിക്കണം, എന്നിട്ട് മറ്റേത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. നമ്മുടെ ചാനലിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.